തൂക്കുപാലം പുഷ്പകണ്ഠത്ത് നടന്നത് ക്രൂരമായ കൊലപാതകമെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊല്ലപ്പെട്ട അസം സ്വദേശിനിയായ ബാലെ ടുട്ടുവിന്റെ വാരിയെല്ലും കൈകളും മർദ്ദനത്തിൽ ഒടിഞ്ഞു. ഇരു തുടകൾക്കും തടിക്കഷ്ണം കൊണ്ടുള്ള മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. ആന്തരിക അവയവങ്ങൾ ഛിന്നഭിന്നമായതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതേസമയം പ്രതിയായ ഭർത്താവ് ഷെനിച്ചാറിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് അസം സ്വദേശിനിയായ വീട്ടമ്മ ഭർത്താവിന്റെ മർദ്ദനത്തെ തുടർന്ന് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ സ്ഥലത്തെത്തിയ നെടുങ്കണ്ടം സിഐയും സംഘവും പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയതിനെ തുടർന്നാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി. ക്രൂരമായ കൊലപാതകമാണ് നടന്നതെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്. മരിച്ച സ്ത്രീയുടെ ശരീരത്തിൽ വ്യാപകമായി ഒടിവുകളും മുറിവുകളുമുണ്ട്. തടിക്കഷ്ണം ഉപയോഗിച്ചുള്ള മർദ്ദനത്തിൽ വാരിയെല്ലുകൾ തകർന്നു, കൈകളും ഒടിഞ്ഞു. രഹസ്യഭാഗങ്ങൾക്കും വലിയ തോതിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇരു തുടകളിലും കമ്പുപയോഗിച്ച് അടിച്ചതിനെ തുടർന്ന് ഗുരുതര പരിക്ക് പറ്റിയിട്ടുണ്ട്. തലയ്ക്കും അടിയേറ്റു. ഇതിനെ തുടർന്നാണ് ഇവർ ബോധരഹിതയായി നിലത്ത് വീണത്. ആന്തരിക അവയവങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും തകർന്ന നിലയിലാണെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇടുക്കി SP TK വിഷ്ണുപ്രദീപ്, കട്ടപ്പന DYSP നിഷാദ് മോൻ, നെടുങ്കണ്ടം CI ജെർലിൻ V സ്കറിയ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസന്വേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.